ആദ്യത്തെ കടലും കുലുസും. 19ാമത്തെ വയസ്സിലാണ് ആദ്യമായി കടൽ കാണാൻ പോകുന്നത്. അതുവരെ കടൽ എന്നത് ചിത്രങ്ങളിൽ മാത്രം കണ്ടും കേട്ടും വായിച്ചുമുള്ള അറിവ് മാത്രമായിരുന്നു. കടൽ കണ്ടിട്ടില്ല എന്നറിഞ്ഞപ്പോൾ സോണിയാണ് എന്നെ കടൽ കാണിക്കാൻ കൊണ്ടുപോയത്. അക്കൊല്ലം ആർത്തുങ്കൽ പള്ളിപ്പെരുന്നാൾ നടക്കുന്ന ഒരു ഞായറാഴ്ച ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് കടൽ കാണാൻ പോയി. ആദ്യമായി കടൽ കാണാൻ പോകുന്നതിൻ്റെ ആകാംക്ഷ നിറഞ്ഞിരുന്നു. ഹൃദയം പതിവിലും കൂടുതലായി മിടിക്കുന്നുണ്ടായിരുന്നു. പള്ളിയുടെ മുന്നിൽ ചെന്നിറങ്ങിയതും അവിടെ കണ്ട ജനസാഗരം അത്ഭുതപ്പെടുത്തി. അറബിക്കടലിന് അഭിമുഖമായിട്ടാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. 17ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ പണിത പള്ളിയായിരുന്നു അത്. കരിങ്കല്ലും കുമ്മായവും കൊണ്ട് മാത്രം പണിത പള്ളി കേരളത്തിലെ മറ്റു പള്ളികളിൽ നിന്നും രൂപപരമായി വ്യത്യസ്തത പുലർത്തി. കേരളത്തിലെ നാട്ടുരാജ്യങ്ങളിലൊന്നായ മുത്തേടത്ത് രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ആർത്തുങ്കൽ. കടലും മത്സ്യബന്ധനവുമായി ജീവിക്കുന്ന അവിടുത്തെ ജനങ്ങൾ ഭൂരിഭാഗവും ക്രൈസ്തവരായിരുന്നു. ആരാധനയ്ക്കും മതപരമായ ചടങ്ങുകൾക്കുമായി ഒരു ആരാധനാലയം അവർക്കുണ്ടായിരുന്നില്ല. പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി മിഷണറിമാർ മുത്തേടം സന്ദർശിക്കുകയും അവിടുത്തെ ജനങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കുകയും അവരുടെ ആവശ്യപ്രകാരം അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയും ചെയ്തു എന്നതായിരുന്നു ചരിത്രം. പിൽക്കാലത്ത് ഈ പള്ളി കേരളത്തിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായി മാറി. തിരക്കുകൾക്കിടയിലൂടെ കൈയും പിടിച്ച് സോണി നടന്നു. എന്നെയും കൊണ്ട് അവൾ പള്ളിയുടെ അകത്തേക്ക് കയറി. വിശാലമായ അൾത്താര അവിടമാകെ കുന്തിരിക്കത്തിൻ്റെ ഗന്ധം പടരുന്നുണ്ടായിരുന്നു. പലതരം പൂക്കളും ഇലകളും കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന അൾത്താരയ്ക്ക് നടുവിലായി ഒരു മരത്തടിയിൽ ഹമ്പേറ്റ് വീണുകിടക്കുന്ന രീതിയിലുള്ള സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ രൂപത്തിനു മുന്നിൽ അവൾ മുട്ടുകുത്തി ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ വലിയ പ്രാർത്ഥനാമുറിക്ക് പിന്നിലെ കസേരയിൽ ഞാനിരുന്നു. ശ്രദ്ധ പോയത് അവിടുത്തെ കുമ്പസാരക്കൂട്ടിലേക്കായിരുന്നു. മനുഷ്യരൊക്കെ ചെയ്യുന്ന പാപങ്ങളെയെല്ലാം മോചിപ്പിക്കുന്ന ഇടത്തെ വലിയ അതിശയത്തോടെയാണ് നോക്കിക്കണ്ടത്. മനുഷ്യൻ്റെ പുണ്യപാപങ്ങൾക്ക് മതങ്ങൾ കൊടുക്കുന്ന വ്യാഖ്യാനങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കി. ചിന്തകൾ എവിടെയൊക്കെയോ പോയിക്കൊണ്ടിരുന്നു. നമുക്ക് പോയാലോ? സോണിയുടെ ശബ്ദം കേട്ടാണ് ഞെട്ടി ഉണർന്നത്. അവൾ കൈ പിടിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് കടൽ തീരത്തേക്ക് നടന്നു. പോകുന്ന വഴി അവളോട് ചോദിച്ചു, ആരാ ഈ സെബാസ്റ്റ്യാനോസ് പുണ്യാളൻ? അത് വലിയൊരു കഥയാണ്, സോണി തുടർന്നു. ഫ്രാൻസിലെ ഒരു കത്തോലിക്ക കുടുംബത്തിലായിരുന്നു സെബസ്ത്യാനോസിൻ്റെ ജനനം. റോമിലെ രാജാവിൻ്റെ സൈനികനായിരുന്നു സെബസ്ത്യാനോസ്. തൻ്റെ രാജ്യത്ത് റോമൻ ദൈവങ്ങളെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് രാജാവ് നിർബന്ധം പിടിക്കുകയും അന്നാട്ടിലെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുകയും ചെയ്തു. മരണഭയത്താൽ ആദ്യമൊക്കെ സെബസ്ത്യാനോസ് താൻ ക്രിസ്ത്യാനിയാണെന്ന കാര്യം മറച്ചുവെച്ചു. എന്നാൽ പോകെ പോകെ തൻ്റെ വിഭാഗക്കാരുടെ കൂട്ടക്കരുതി കണ്ട് മനമെടുത്ത സെബസ്ത്യാനോസ് അതീവ രഹസ്യമായി ക്രിസ്ത്യാനികളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ വൈകാതെ സെബസ്ത്യാനോസിൻ്റെ പ്രവർത്തികൾ രാജാവ് അറിയുകയും സെബസ്ത്യാനോസിനെ മരത്തിൽ കെട്ടിയിട്ട് അമ്പെയ്ത് കൊല്ലാൻ വിധിക്കുകയും ചെയ്തു. ശിക്ഷ നടപ്പിലാക്കിയ ശേഷം രാജാവിൻ്റെ ഭടന്മാർ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഗ്രാമത്തിലെ ഒരു സ്ത്രീ സെബസ്ത്യാനോസിനെ കാണുകയും അദ്ദേഹം മരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ഗ്രാമവാസികളായ 2 മനുഷ്യരുടെ സഹായത്തോടെ സെബസ്ത്യാനോസിനെ ആ സ്ത്രീ വീട്ടിൽ കൊണ്ടുവന്ന് പരിചരിച്ചു. നാളുകൾക്കുള്ളിൽ ആരോഗ്യം വീണ്ടെടുത്ത സെബസ്ത്യാനോസ് വീണ്ടും ക്രിസ്തുമത പ്രചാരണത്തിനായി പ്രവർത്തിക്കുകയും അവിടെയുള്ള ദൈവവിശ്വാസികളുടെ രക്ഷകനാകുകയും ചെയ്തു. കോപാകുലനായ രാജാവ് സെബസ്ത്യാനോസിനെ ക്രൂരമായി കൊലപ്പെടുത്തുകയും പിന്നീട് ഓടയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. നാളുകൾക്ക് ശേഷം നാടാകെ പകർച്ചവ്യാധി പടർന്നു പിടിച്ചു. ആ സമയം അന്നാട്ടിലെ ക്രിസ്തുമത വിശ്വാസികൾ സെബസ്ത്യാനോസിൻ്റെ തിരുരൂപമായി അവിടമാകെ പ്രദക്ഷിണം ചെയ്തപ്പോൾ അത്ഭുതകരമായ രീതിയിൽ രോഗശാന്തിയുണ്ടായി. പിന്നീട് അവിടുത്തെ കുറച്ച് വിശ്വാസികൾ സെബസ്ത്യാനോസിൻ്റെ തിരുരൂപമായി കപ്പലിൽ ലോകം ചുറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ ലോകം ചുറ്റുന്നതിനിടയിൽ ഒരു കടൽക്ഷോഭം ഉണ്ടാകുകയും കപ്പൽ നിയന്ത്രണം വിട്ട് ആർത്തുങ്കൽ തീരത്ത് വന്നടിയുകയും ചെയ്തു. അന്ന് രാത്രി കപ്പിത്താന് സ്വപ്നദർശനമുണ്ടായത് പ്രകാരം സെബസ്ത്യാനോസിൻ്റെ തിരുരൂപം അടുത്തുള്ള ആർത്തുങ്കൽ ദേവാലയത്തിൽ ഏൽപ്പിച്ചു. ശേഷം അവർ മടങ്ങിയെന്നാണ് കഥ. സോണി വല്യമ്മച്ചയിൽ നിന്നും കേട്ടറിഞ്ഞ കഥയാണിത്. ഒരുപക്ഷെ
പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ഇത്ര ആഴത്തിൽ ഒപ്പം താമസിക്കുന്ന ആ പ്രദേശവാസികളായ പെൺകുട്ടികൾക്കറിയുമോ എന്ന് സംശയമായിരുന്നു. അവളുടെ കൈ പിടിച്ചുകൊണ്ട് കടൽ തീരത്തേക്ക് നടന്നു. ആദ്യമായി കടൽ കാണാൻ പോവുകയാണ്. വീട്ടിൽ നിന്നും കടലിലേക്ക് കേവലം 5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. എന്നിട്ടും ഒരിക്കൽ പോലും കടൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ആരും കൊണ്ടുപോയിരുന്നതുമില്ല. ആദ്യമായി കടൽ കണ്ടതും അതിഭയങ്കരമായൊരു വിഷാദം മൂടി. ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആ കടൽ തീരം അസ്വസ്ഥയാക്കി. കുറച്ച് ദൂരെ മാറി ആളുകളൊഴിഞ്ഞ ഒരിടത്ത് മരത്തണലിൽ ചെന്നിരുന്നു. ബലൂൺ വിൽപ്പനക്കാരെയും നിലക്കടല വിൽപ്പനക്കാരെയും മറ്റനവധി കച്ചവടക്കാരെയും കൊണ്ട് കടൽ തീരം നിറഞ്ഞിരുന്നു. അമിതമായ സന്തോഷം പോലും വിഷാദമാക്കി മാറ്റുന്ന വിചിത്രമായ ഒരു ജീവിയായിരുന്നു ഞാൻ. അനന്തമായ ആ കടലിലേക്ക് നോക്കിയിരുന്നു. ദൂരെ ഭൂമിയുടെ അറ്റത്തേക്കെന്ന പോലെ ഇളകിമറിയുന്ന ചെറുതോണികൾ. അതിനുള്ളിൽ ഉണ്ടെന്നോ ഇല്ലെന്നോ തോന്നിപ്പിക്കുന്ന മനുഷ്യരെ പോലെയായിരുന്നു ആ കടൽ തീരത്ത് ഇരുന്നത്. തീരത്തേക്ക് ആഞ്ഞടിക്കുന്ന തിരമാലകളിൽ ഇറങ്ങിയും നീന്തിയും കളിക്കുന്ന കുട്ടികളും ചെറുപ്പക്കാരായ സ്ത്രീകളും പുരുഷന്മാരും തീരത്തെ ശബ്ദമുഖരിതമാക്കി. കടലിലേക്കിറങ്ങാൻ സോണിയ ആവശ്യപ്പെട്ടെങ്കിലും നിരസിച്ചു. ഭയമായിരുന്നു. അവളോട് പോകാൻ പറഞ്ഞ് മരച്ചുവട്ടിൽ തന്നെ ഇരുന്നു. അവൾ കടലിലേക്ക് ഇറങ്ങിയപ്പോൾ കാൽച്ചൂടുകളെ നോക്കി. തിരമാലകൾക്കനുസരിച്ച് കടലിലേക്ക് ഇറങ്ങിയും തീരത്തേക്ക് ഓടിക്കയറുകയും ചെയ്തുകൊണ്ടിരുന്ന അവളുടെ കാൽപാദങ്ങളെയും അതിൽ ചുറ്റിക്കിടക്കുന്ന വെള്ളിക്കുലസുകളെയും ഒരു നെടുവീർപ്പോടെ നോക്കി. ശരീര ചലനങ്ങളും പ്രവൃത്തിയും കൗതുകമുളവാക്കി. അരികിലായി കുറേ കുട്ടികൾ പട്ടം പറത്തുന്നുണ്ടായിരുന്നു. പട്ടം ഏറ്റവും ഉയരത്തിലെത്തിക്കാനുള്ള കുട്ടികളുടെ ആവേശത്തെ അവൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അല്പനിമിഷങ്ങൾക്ക് ശേഷം ഏതോ ഒരു കുട്ടിയുടെ കയ്യിലിരുന്ന പട്ടം വാങ്ങി അവൾ പറത്താൻ തുടങ്ങി. കടലിന് മുകളിലൂടെ പല രൂപങ്ങൾ പ്രാപിച്ച മേഘങ്ങൾ നീങ്ങിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ നിന്നായിരുന്നു മാലാഖ ചിറകുകളുള്ള ഒരു കുതിരയെ കണ്ടത്. അത് ചിറകുകൾ വിടർത്തി മുൻകാലുകൾ കുന്തിച്ച് പതുക്കെ നീങ്ങിക്കൊണ്ടിരുന്നു. പിന്നിലായി കുറേ സ്ത്രീ രൂപങ്ങളും അവരുടെ വെള്ളി മുടി ചുരുളുകൾ കടലിലേക്ക് നീട്ടിയിട്ടിരിക്കുന്ന പോലെ തോന്നി. മനസ്സിൽ സന്തോഷവും വിഷാദവും ഒരുപോലെ മിന്നിമറഞ്ഞുകൊണ്ടിരുന്നു. ശരീരത്തിന് ചേരാത്ത വസ്തുക്കളെ ശരീരം തന്നെ പിന്തള്ളുന്ന ജൈവിക പ്രവൃത്തി പോലെ കടൽ ചില മനുഷ്യരെയും വസ്തുക്കളെയും തീരത്തേക്ക് കക്കിയിടുന്നുണ്ടായിരുന്നു. അല്പം അകലെ നിന്നും ഒരു സ്ത്രീ നടന്നു വരുന്നുണ്ടായിരുന്നു. കറുത്ത് തടിച്ച് ഇളം ചുവപ്പ് നിറത്തിലുള്ള സാരി അലസമായി ഉടുത്ത് ഇരു കൈകളിലും പച്ച അണിഞ്ഞ സുന്ദരിയായ ഒരു സ്ത്രീ. കടൽ മണ്ണിൽ പൂണ്ടുപോകുന്ന അവരുടെ കാലുകൾക്കും നടത്തത്തിനും ഒരു പ്രത്യേക താളമായിരുന്നു. അവർ എന്നെ ലക്ഷ്യമാക്കിയാണ് വരുന്നതെന്ന് മനസ്സിലായി. അവർ ഇരുന്ന ശേഷം കടലാസ് പെട്ടി അരികിൽത്തായി വെച്ചു. ആ കടലാസ് പെട്ടിയിൽ നിറയെ ചുട്ട ചോളക്കൂമ്പുകളായിരുന്നു. ഭംഗിയായി അടുക്കി വെച്ച ചുട്ട ചോളക്കൂമ്പുകൾ ആരെയും ആകർഷിക്കും. അവരുടെ നെറ്റിയിലും കഴുത്തിലും വിയർപ്പ് തുള്ളികൾ ഇറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, "ഇത് വാങ്ങി സാപ്പിടമ്മ, റൊമ്പ ടേസ്റ്റ് ആയിരിക്കും." മനോഹരമായ ശബ്ദത്തിൽ അവർ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അവരെ പറഞ്ഞുവിടാൻ തോന്നിയില്ല. "അക്ക, ഉൻ പേരെന്താ?" "പേരെന്നാ സെമ്പകം," അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. "ഉനക്ക് തമിഴ് തിരിയുമോ?" തലയാട്ടി. അവരുടെ കണ്ണുകൾ തിളങ്ങി. "റൊമ്പ അഴകാന പേര്. എൻ താത്ത വെച്ച പേര്. എൻ അപ്പാവും അമ്മാവും സെന്ത് എനക്ക് വെച്ച പേര് വന്ന് മുത്തു ലക്ഷ്മി. ആന താത്ത വെച്ച പേരുത്താ എല്ലാവർക്കും പിടിച്ചത്." അവർ എന്നോട് നിർത്താതെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. "നീങ്ക ഇങ്ക പക്കം താനാ?" മറുപടി പറയുന്നതിന് മുമ്പേ അവർ തുടർന്നു. "എൻ ഊര് വന്ന് തെങ്കാശി. അങ്കേ ഉലകമ്മൻ കോവിൽ என்று ഒരു പുകഴ്പെട്ട കോവിൽ ഇருக்கு. അങ്കെ പക്കം താ എൻ വീട്." നിർത്താതെയുള്ള അവരുടെ സംസാരം ഞാൻ കേട്ടുകൊണ്ടിരുന്നു. അവരുടെ തമിഴ് കേൾക്കാനായി ഓരോന്ന് ചോദിച്ചു. "അക്കാ, നീ എതുക്ക് ഇങ്ങെ വേല സെയിഞ്ചിട്ടിരിക്കെ? അത് വന്ന് 2 വരിടത്തിക്ക് പിന്നാടി ഏൻ പുരുഷൻ എരന്തിട്ടാകെ. അപ്പുറം എൻ വാഴ്കെ ரொம்ப കഷ്ടമായിരിക്കെ. എനിക്ക് 2 சின்ன குழந்தைகள் தா. அவங்களே படிக்க வைக்கிறதுக்கும் வளர்த்துக்கிறதுக்கும் நான் ஊரு சுற்றி எல்லா வேலையும் സെഞ്ചിക്കിരിട്ടിക്കേൻ." അവരുടെ കഠിനമായ ജീവിതവും
വേദനയും അവരുടെ കഴുത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ വിയർപ്പ് തുള്ളികൾ പറയുന്നുണ്ടായിരുന്നു. ആ സമയം സോണി ഞങ്ങൾക്കരികിലേക്ക് വന്നു. ഇത് ഉൻ ഫ്രണ്ട്? സോണിയെ നോക്കി അവർ ചോദിച്ചു. ഞാൻ തലയാട്ടി. നീങ്ക രണ്ടാളും റൊമ്പ അഴകായിരിക്ക്. ചിരിച്ചുകൊണ്ട് ഞങ്ങൾ അവരോട് 2 ചോളക്കൊമ്പുകൾ ആവശ്യപ്പെട്ടു. കടലാസ് പെട്ടിയിൽ നിന്നും 2 ചുട്ട ചോളക്കൊമ്പുകളെടുത്ത് മുളകുപൊടിയും ഉപ്പും കലർത്തിയ ലായനി ഒഴിച്ച് ഞങ്ങൾക്ക് നേരെ നീട്ടി. കൊടുത്ത കാശ് വാങ്ങിയ ശേഷം നീങ്ക തെങ്കാശിക്ക് വരുമ്പോൾ അത് കണ്ടിപ്പാ എൻ വീട്ടുക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് തിടുക്കത്തിൽ നടന്നുപോയി. അവരോട് വീണ്ടും സംസാരിക്കണമെന്ന് തോന്നി. എന്നെങ്കിലും ഒരിക്കൽ തെങ്കാശിക്ക് പോകുമ്പോൾ റോഡരികിലോ കോവിലിന് മുന്നിലോ പാടവരമ്പത്ത് വെച്ചോ സെമ്പക അക്കയെ കാണുന്നത് വെറുതെ സങ്കല്പിച്ചുകൊണ്ടിരുന്നു. പിന്നെയും കുറേ നേരം കടൽ തീരത്തെ ആ മരച്ചോട്ടിലിരുന്നു. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും മനസ്സ് അവിടെയായിരുന്നില്ല. മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് പിന്നാലെ പായുന്നവളാണല്ലോ ഞാൻ. സെമ്പകവും അവരുടെ വേദനകളും മനസ്സിൽ ഉരുണ്ടുകൂടിക്കൊണ്ടിരുന്നു. അവരുടെ നാടും വീടും മക്കളും സങ്കല്പത്തിൽ വന്നുകൊണ്ടിരുന്നു. നമുക്ക് പോകാം, ഇനിയും ഇരുന്നാൽ തിരക്കുകൂടും, സോണി പറഞ്ഞു. ഞങ്ങൾ എഴുന്നേറ്റു. ആദ്യമായി കടൽ കണ്ടിട്ട് നിനക്കെന്ത് തോന്നുന്നു? നടക്കുന്നതിനിടെ അവൾ ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കുക മാത്രം ചെയ്തു. എനിക്ക് അവളോട് അതിരറ്റ സ്നേഹം തോന്നി. ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു അവളിലൂടെ സാധ്യമായത്. ഞാൻ മൗനമായിരുന്നതേയുള്ളൂ. ചില നിമിഷങ്ങളെ വാക്കുകളിലേക്ക് പകർത്താനാവില്ലല്ലോ. അവളുടെ കൈപിടിച്ചുകൊണ്ട് ആ കടൽ മണ്ണിലൂടെ നടക്കുമ്പോൾ ഓരോ ചവിട്ടിലും വീഴാതിരിക്കാൻ അവളെന്നെ കൂടുതൽ മുറുക്കി പിടിച്ചു. തിരക്കേറിയ ആ നടപ്പാതയ്ക്ക് ഇരുവശത്തുമായി കച്ചവടക്കാരുടെ നീണ്ട നിരകൾ. അവിടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ മെല്ലെ നടന്നു. നടപ്പാതയുടെ അല്പമകലെയായി കൊലുസ് വിൽക്കുന്ന ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ രൂപം കണ്ടാൽ ഒരു ഉത്തരേന്ത്യക്കാരിയാണെന്ന് തോന്നും. പൂച്ചക്കണ്ണുകളും ചെമ്പൻ മുടിയും വിളഞ്ഞ നെല്ലിൻ്റെ നിറവുമായിരുന്നു അവൾക്ക്. അവളുടെ രൂപവും സൗന്ദര്യവും ഏറെ ആകർഷിച്ചു. ആ പെൺകുട്ടിയുടെ അടുത്തായി നിന്നു. ഒരു കാൽ ഉള്ളിലേക്ക് വളച്ചും മറ്റേ കാൽ നീട്ടിവെച്ചും താഴെ വിരിച്ച ഒരു നീല സിൽക്ക് തുണിയിൽ നിരത്തിവെച്ച കൊലുസുകൾക്ക് പിന്നിലായി അവളിരുന്നു. ഞങ്ങളെ നോക്കിക്കൊണ്ട് അവൾ നിഷ്കളങ്കമായി ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരു കൊലുസ് വാങ്ങാൻ മനസ്സ് വല്ലാതെ കുതിച്ചു. വെള്ളി നിറമുള്ള ഒരു ചെയിനിൽ കറുത്ത മുത്തുകൾ പതിപ്പിച്ച ഒരു കൊലുസ് കയ്യിലെടുത്തു. ഇത് ആർക്കാണെന്ന മട്ടിൽ സോണി എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഇതെൻ്റെ അനിയത്തിക്ക് സമ്മാനിക്കാനാണ്, അവളോട് പറഞ്ഞു. കൊലുസ് വാങ്ങി ഞങ്ങൾ മുന്നോട്ട് നടന്നു. കൊലുസ് വിൽപ്പനക്കാരിയായ പെൺകുട്ടി മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. എനിക്ക് അവളുടെയോ അവൾക്കെൻ്റെയോ ഭാഷ അറിയില്ലായിരുന്നു. അറിയാമായിരുന്നുവെങ്കിൽ സംസാരിക്കാമായിരുന്നു. അത്രമാത്രം മനസ്സിൽ പതിഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് ശേഷം എഴുതിയ ചിത്രപ്രദർശനമെന്ന കവിത ആ പെൺകുട്ടിയെക്കുറിച്ചായിരുന്നു. അവളുടെ ബ്ലൗസിൻ്റെ 3ാമത്തെ കുടുക്കിൽ നിന്നും മറ്റൊരുവൾ ഇറങ്ങി വരുന്നു. അവളുടെ വേദനകളിൽ നിന്നും ഞാൻ തന്നെ ഇറങ്ങി വരുന്നതായി ആദ്യ കാഴ്ചയിലെ എനിക്ക് തോന്നിയിരുന്നു. അവളുടെ കണ്ണിൻ്റെ വലത്തെ കോണിൽ നിന്നും അരികിലേക്ക് പടരുന്ന വേദനയുടെ കാട്, അതിനുള്ളിൽ നിന്നും പുറത്തേക്ക് കുതിക്കുന്ന മറവിയുടെ ആട്ടിൻപറ്റങ്ങൾ എനിക്ക് പിടിതരാതെ കുതറിക്കൊണ്ടിരുന്നു. ഈ വരികൾ ഓരോർമ്മയിൽ നിന്ന പോലെ ഒഴുകിയെത്തുകയായിരുന്നു. നാളുകൾക്ക് ശേഷം അവളുടെ ഓർമ്മകൾ ഒരു കവിതയായി പുറപ്പെടുവാൻ തക്കവണ്ണം അവൾ സ്വാധീനിച്ചിരുന്നു. ഹോസ്റ്റലിലേക്കുള്ള മടക്കയാത്രയിൽ മനസ്സ് അസ്വസ്ഥമായിരുന്നു. പിന്നിലായി ഇരുമ്പുന്ന കടൽ ഉള്ളിലും അലയടിക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ ദിവസം വല്ലാത്തൊരനുഭവമായിരുന്നു. രാത്രി ഭക്ഷണശേഷം സോണി അറിയാതെ അവൾക്കായി വാങ്ങിയ പച്ചയും ചുവപ്പും നിറമുള്ള കുപ്പിവളകൾ സമ്മാനിച്ചു. അപ്പോൾ അവളുടെ കണ്ണിലുണ്ടായ തിളക്കം ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഒന്നായി തോന്നി. ഏറെ നേരം സംസാരിച്ചതിന് ശേഷമാണ് അവൾ ഉറങ്ങാനായി മുറിയിലേക്ക് പോയത്. വാതിലടച്ച് ഞാൻ മാത്രമുള്ള ലോകത്തേക്ക് കയറി. കട്ടിലിൽ വന്നിരുന്നിട്ട് ബാഗിൽ നിന്നും സഹോദരിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് വാങ്ങിയ കൊലുസുകൾ കയ്യിലെടുത്തു. സത്യത്തിൽ അതെനിക്ക് വേണ്ടി തന്നെയായിരുന്നു വാങ്ങിയത്. ഒരു കാലിൽ മാത്രം കൊലുസിടുന്നതിൻ്റെ അസ്വാഭാവികത സോണിക്ക് തോന്നാതിരിക്കാൻ അവളോട് കള്ളം പറഞ്ഞതായിരുന്നു. കൊലുസിടാനുള്ള കടുത്ത ആഗ്രഹം കൊണ്ട് വാങ്ങിയതായിരുന്നു അത്. കൊളുത്തകത്തി കൊലുസ് വലത് കാലിൽ അണിഞ്ഞു. അതിലെ 3 വെള്ളിമണികളുടെ ശബ്ദം കാതുകളിൽ മുഴങ്ങി. കാൽപാദങ്ങൾക്ക് അസാധാരണമാംവിധം ഭംഗി തോന്നി. ഒറ്റക്കാലിൽ കൊലുസ് മണിഞ്ഞ് ആ രാത്രി ഏറെ നേരം മുറുക്കിളിൽ തലങ്ങും വിലങ്ങും നടന്നു. ഓരോ ചൂട് വയ്ക്കുമ്പോഴും
കേൾക്കുന്ന കൊലുസിൻ്റെ ശബ്ദം ആനന്ദിപ്പിച്ചുകൊണ്ടിരുന്നു. വേറെ ഏതോ ലോകത്തെത്തിയ പോലെ എന്നെ തന്നെ മറന്നു. കണ്ണുകളിൽ ഉറക്കം വരുന്നതുവരെ സമയബോധമില്ലാതെ കൊലുസ് കിലുക്കി നടന്നുകൊണ്ടിരുന്നു. ചില രാത്രികളിൽ പുലരുവോളം നടന്നു. നേരം വെളുക്കുമ്പോൾ കൊലുസുകൾ അഴിച്ചു മാറ്റിയിട്ട് രാത്രിയാകാൻ കാത്തിരിക്കുമായിരുന്നു. ഏതോ നർത്തകി പരകായ പ്രവേശം ചെയ്ത പോലെ കാൽപാദങ്ങൾ അമർത്തിച്ചവിട്ടി ഒരു ഉന്മാദിനിയായി ആ മുറിയിലാകെ നടന്നുകൊണ്ടിരുന്നു.